കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രലിൽ ആരംഭിച്ച സാന്ത്വനം പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ ഭവനത്തിന് തറക്കല്ലിട്ടു. കല്ലിടൽ കർമ്മം ഫാദർ ഗീവർഗീസ് പടിപ്പുരയ്ക്കൽ നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. സമയബന്ധിതമായി വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. അശരണർക്ക് ആശ്വാസമായി കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ ആരംഭിച്ച സാന്ത്വനം 2026 പദ്ധതി വിജയകരമായി മുന്നോട്ട്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ ഭവനത്തിനും തറക്കല്ലിട്ടു. കല്ലിടൽ കർമ്മം ഫാദർ ഗീവർഗീസ് പടിപ്പുരയ്ക്കൽ നിർവഹിച്ചു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വർഷം നൽകുന്ന രണ്ടാമത്തെ ഭവനത്തിന് ഇന്ന് തറക്കല്ലിട്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം വിവിധങ്ങളായ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രത്യേകമായി ഈ വർഷം അനേകവിധമായ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിൻ്റെ പല പ്രവർത്തനങ്ങൾ നടത്തുകയും പല രീതിയിലുള്ളതായ സഹായങ്ങൾ നൽകുവാനായിട്ട് ഇടയായി. പ്രത്യേകിച്ച് രോഗികൾക്കുള്ളതായ സാമ്പത്തിക സഹായം, മേജർ ശസ്ത്രക്രിയയ്ക്കുള്ളതായ സാമ്പത്തിക സഹായം, അതുപോലെ ഒരു വിവാഹത്തിനുള്ളതായ ധനസഹായം, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് അവർക്ക് ഡയാലിസിസ് ചെയ്യുവാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നു. ഒപ്പം തന്നെ വിവിധങ്ങളായ ദേശങ്ങളിലുള്ളതായ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതായ ക്രമീകരണം, വിദ്യാഭ്യാസ സഹായം, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ളതായ പഠനോപകരണങ്ങളൊക്കെയും കൊടുക്കുന്നതായ ക്രമീകരണം. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ഏറ്റവും പ്രാധാന്യമേറി ഇടവക ആഗ്രഹിച്ച് ചെയ്യുന്നതായ കാര്യമാണ് ഇടവകയിൽ ഭവനമില്ലാത്ത 2 കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ച് നൽകുവാനായി ദീർഘകാലമായി വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ദൈവമക്കൾക്ക് സ്വന്തമായ ഒരു ഭവനം ഉണ്ടാകുക എന്നുള്ളത് ഇടവകയുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ഭവനത്തിൻ്റെ നിർമ്മാണം തുടങ്ങുവാനായിട്ട് സാധ്യമായി. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭവനത്തിൻ്റെ തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിക്കുന്നതായ സന്ദർഭമാണ്. പ്രത്യേകമായി ഇടവകയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റിമാർ, അതുപോലെ ബദ്ധസംഘടനാ പ്രവർത്തകർ എല്ലാവരുടെയും അകമഴിഞ്ഞതായ സഹകരണവും പ്രവർത്തനങ്ങളുമാണ് ഈ പദ്ധതികൾ വിജയകരമാക്കുവാനായിട്ട് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ഇടവകയുടെ എല്ലാ ദൈവമക്കളുടെയും അകമഴിഞ്ഞതായ സാമ്പത്തിക സഹായങ്ങൾ ഈ കാര്യങ്ങൾക്ക് ഉണ്ട്. വളരെ കാര്യക്ഷമമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും നവംബർ മാസം നടത്തുന്നതായ കുടുംബയൂണിറ്റിൻ്റെ സംയുക്ത വാർഷികത്തിൽ ഈ 2 കുടുംബങ്ങൾക്കും അവരുടെ പുതിയ ഭവനത്തിൽ താമസിക്കുവാനുള്ളതായ താക്കോൽ ദാനം നിർവഹിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇടവക ഈ കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ചു വരുന്നത്. പ്രത്യേകമായി ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇതിനെ സഹകരിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ ചെറുതും വലുതുമായി കൊടുക്കുന്ന ഓരോ തുകയ്ക്കും 30, 60, 100 മേനിയായി ഇരട്ടിയായി ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന സഹോദര വൈദികരെയും പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. ഈ ഭവന നിർമ്മാണത്തിന് ഇടവകയ്ക്ക് പുറത്തുനിന്നുള്ളതായ ആളുകളുടെ സഹകരണമുണ്ട്. അതുപോലെ തന്നെ ഇടവ മക്കൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെയും ഇതിൽ ഭാഗഭാക്കാകുന്നു, സഹകരിക്കുന്നു എന്നുള്ളത് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർക്കുന്നു. അവരുള്ളതായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഫാദർ ബാബു ജോൺ, ഫാദർ ലിജോ വർഗീസ്, പൗലോസ് കീരംകുഴി, എൽദോസ് അറക്കൽ, പള്ളി ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു കുടുംബത്തിന് സ്വന്തമായി ഒരു നല്ല ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാന്ത്വനം പദ്ധതി നടപ്പിലാക്കുന്നത്. വിവിധ രോഗങ്ങളാൽ വലയുന്നവർക്കുള്ള ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം, നിർധന യുവതികളുടെ വിവാഹം, ഭവന നിർമ്മാണം, ഭക്ഷണ വിതരണം, പഠനോപകരണ വിതരണം എന്നിങ്ങനെ അനേകം പദ്ധതികൾ ഇതോടൊപ്പം യാഥാർത്ഥ്യമാകും. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.
നന്ദി.